ഹായ്, എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്, മലയാളത്തിലുണ്ട്. ഉദാഹരണമായിട്ട് അവനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു, അവരെ പഠിപ്പിച്ചു, ഇങ്ങനെ പറയുന്നതാണ് പാസീവ് വാചകങ്ങൾ. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വെർബ്സ്, ചില ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് മലയാളത്തിൽ പറയും. ഉദാഹരണമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, രണ്ടും ഒരേ അർത്ഥമാണ്. എന്നാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടു, ഈ രീതിയിൽ വളരെ കുറച്ച് വെർബ്സ്, ക്രിയകളെ മലയാളത്തിൽ പറയാൻ പറ്റൂ. കൂടുതലും ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ ശിക്ഷിച്ചു, ഞങ്ങളെ സഹായിച്ചു, ഈ രീതിയിലാണ് പറയുക. മറ്റൊന്ന്, എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഉദാഹരണമായിട്ട് അവൻ വന്നു, അവനെ വന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ അവൻ സഹായിച്ചു, അവനെ സഹായിച്ചു, ആ രീതിയിൽ പറയാം. പക്ഷെ അവൻ വന്നു, അവനെ വന്നു, അങ്ങനെ പറയില്ല. അതുകൊണ്ട് എല്ലാ വെർബ്സിനും, ക്രിയകൾക്കും പാസീവ് ഇല്ല. ഇംഗ്ലീഷിൽ അതുപോലെ എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ കാണുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് ആണ്. ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട. നേരത്തെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഞാൻ എഴുതാറുണ്ട്, ഞങ്ങൾ എഴുതാറുണ്ട്, അവൻ എഴുതാറുണ്ട്, ആ രീതിയിൽ പറയുന്ന വാചകങ്ങൾ. അതിന്റെ പാസീവ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ചൂസ് എന്ന വെർബാണ്. ചൂസ്, ചോസ്, ചോസൺ. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ ആ വെർബായിരുന്നു. ഇതിന്റെ പാസീവ് ഉണ്ടാക്കുന്നത് സബ്ജക്ട്, അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ വെർബ് ബിയുടെ പ്രസന്റ് ഫോമിലുള്ള രൂപങ്ങൾ ആം, ഈസ്, ആർ, ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും. പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമാണ്, നമ്മൾ കണ്ടു. ഈസ് എന്നുള്ളത് സിംഗുലറിന് വേണ്ടിയാണ്, അത് 4 വാചകങ്ങൾ കണ്ടു. സിംഗുലറായിട്ട് ഉപയോഗിക്കുന്നതിന്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഇന്ന് കാണുക. ക്വസ്റ്റ്യൻ വേർഡ്സ് വെൻ, എപ്പോൾ, വേർ, എവിടെ, ഹൗ, എങ്ങനെ, വൈ, എന്തുകൊണ്ട്, ഹു, ആര്, വാട്ട്, എന്ത്, ഈ രീതിയിൽ വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലപ്പോൾ വാചകങ്ങൾക്ക് അർത്ഥമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കണം. നമുക്ക് നോക്കാം. വെൻ ഈസ് ഹി ചോസൺ, വെൻ ഈസ് ഹി ചോസൺ എങ്ങനെ മലയാളത്തിൽ പറയും? എപ്പോഴാണ് അവനെ തിരഞ്ഞെടുക്കാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ എപ്പോൾ അവനെ തിരഞ്ഞെടുക്കുന്നു, ഈ രീതിയിലും പറയാം. When is he chosen, എപ്പോഴാണ് അവനെ തിരഞ്ഞെടുക്കാറുള്ളത്. When is he sent, എപ്പോഴാണ് അവനെ അയക്കാറുള്ളത്. When is he sent, എപ്പോഴാണ് അവനെ അയക്കാറുള്ളത്. When is he taught, എപ്പോഴാണ് അവനെ പഠിപ്പിക്കാറുള്ളത്. When is he helped, എപ്പോഴാണ് അവനെ സഹായിക്കാറുള്ളത്. When is he told, എപ്പോഴാണ് അവനോട് പറയാറുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. When is he told, എപ്പോഴാണ് അവനോട് പറയാറുള്ളത്. When is he asked, എപ്പോഴാണ് അവനോട് ചോദിക്കാറുള്ളത്. Where is he chosen, എവിടെയാണ് അവനെ തിരഞ്ഞെടുക്കാറുള്ളത്. Where is he sent, എവിടെയാണ് അവനെ അയക്കാറുള്ളത്. ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ലാത്ത വാചകമാണെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കണേ. അടുത്തത് ഹൗ, എങ്ങനെ. How is he chosen, how is he chosen, എങ്ങനെയാണ് അവനെ തിരഞ്ഞെടുക്കാറുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്. How is he chosen. How is he sent, എങ്ങനെയാണ് അവനെ അയക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ അയക്കാറുള്ളത്. How is he taught, എങ്ങനെയാണ് അവനെ പഠിപ്പിക്കാറുള്ളത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് വൈ. Why is he chosen, why is he chosen, എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്. Why is he chosen, എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുക്കാറുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ തിരഞ്ഞെടുക്കുന്നത്. Why is he sent, എന്തുകൊണ്ടാണ് അവനെ അയക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ അയക്കാറുള്ളത്. Why is he taught, എന്തുകൊണ്ടാണ് അവനെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ പഠിപ്പിക്കാറുള്ളത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഷീയും ഇതുപോലെ തന്നെയാണ്. When is she chosen, when is she chosen, എപ്പോഴാണ് അവളെ തിരഞ്ഞെടുക്കാറുള്ളത്. When is she sent, when is she sent, എപ്പോഴാണ് അവളെ അയക്കാറുള്ളത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ലാത്ത വാചകമുണ്ടെങ്കിൽ വിട്ടേക്കണേ. Where is she sent, where is she sent, എവിടെയാണ് അവളെ അയക്കാറുള്ളത്. How is she sent, എങ്ങനെയാണ് അവളെ അയക്കാറുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവളെ അയക്കുന്നത്. Why is she sent, why is she sent, എന്തുകൊണ്ടാണ് അവളെ അയക്കാറുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവളെ അയക്കുന്നത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ്, അത്, അല്ലെങ്കിൽ ഇത്. ഇറ്റ് എന്നുള്ളത് ജീവനുള്ളതാണെങ്കിൽ അതിനെ എന്ന് പറയും. ജീവനില്ലാത്തതാണെങ്കിൽ
അത് എന്നേ പറയുള്ളൂ. when is it chosen, എപ്പോഴാണ് അത് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അതിനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ when is it sent, എപ്പോഴാണ് അത് അയക്കുന്നത് അല്ലെങ്കിൽ ജീവനുള്ളതാണെങ്കിൽ എപ്പോഴാണ് അതിനെ അയക്കുന്നത്. where is it sent, എവിടെയാണ് അത് അയക്കുന്നത്. how is it sent, എങ്ങനെയാണ് അത് അയക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അയക്കുന്നത്. why is it sent, എന്തുകൊണ്ടാണ് അതിനെ അയക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അയക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അയക്കാറുള്ളത്. ആ രീതിയിൽ മനസ്സിലാക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വാചകം പ്രാക്ടീസ് ചെയ്യേണ്ട. നിങ്ങൾ പഠിച്ച വെബ്സിൽ ഉചിതമായ വെബ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യാനും നോക്കി. ഓക്കെ, അടുത്തത് ഹു എന്ന് വെച്ചാൽ ആര്. ഹു ഈസ് ചോസൺ, ആരെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ആരെ എന്നുള്ളതിന് ഹും എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ ഹു ഈസ് ചോസൺ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം ആരെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഹു ഈസ് സെൻഡ്, ആരെയാണ് അയക്കാറുള്ളത്. ഹു ഈസ് ടോട്ട്, ആരെയാണ് പഠിപ്പിക്കാറുള്ളത്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് വാട്ട്, എന്ത് അല്ലെങ്കിൽ എന്തിനെ. വാട്ട് ഈസ് ചോസൺ, എന്താണ് തിരഞ്ഞെടുക്കാറുള്ളത് അല്ലെങ്കിൽ എന്തിനെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് അല്ലെങ്കിൽ എന്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. വാട്ട് ഈസ് സെൻഡ്, എന്താണ് അയക്കാറുള്ളത് അല്ലെങ്കിൽ എന്തിനെയാണ് അയക്കാറുള്ളത്. വാട്ട് ഈസ് ടോട്ട്, എന്താണ് പഠിപ്പിക്കാറുള്ളത്. വാട്ട് ഈസ് ഹെൽപ്ഡ്, എന്താണ് സഹായിക്കാറുള്ളത്. ആ വാചകം അർത്ഥമുള്ളതല്ല. ഇതുപോലെ അർത്ഥമില്ലാത്ത വാചകങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് വിട്ടുകളഞ്ഞേക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് അവനെ പഠിപ്പിക്കാറുണ്ട്, അവളെ പഠിപ്പിക്കാറുണ്ട്, അതിനെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള വാചകങ്ങളുടെ കൂടെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥമില്ലാത്ത വാചകങ്ങൾ കണ്ടാൽ വിട്ടേക്കണേ. ഇനിയുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരിരുന്ന് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്താൽ തിരുത്താൻ പറ്റും തെറ്റുപറ്റിയാൽ. അതുപോലെ വെബ്സിന്റെ ലിസ്റ്റിൽ നിന്ന് ഉചിതമായ വെബ്സ് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കും. ബോറടിക്കുകയില്ല. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വെബ്സ് പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം. സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ചു നോക്കണേ. നമ്മുടെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. ഒത്തിരി വാക്കുകൾ പഠിക്കാൻ പറ്റും. ഒത്തിരി വാക്കുകൾ ഇംഗ്ലീഷിൽ അറിയാമെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ,
പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന, അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ്, ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോഡ്, കോഡ്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്; advise, advised; advised; agree, agreed, agreed; answer, answered, answered; bless, blessed, blessed; boil, boiled എന്നാണ് പാസ്റ്റ് ഫോം, ഇ ഡി എന്ന് ചേർക്കണേ. boiled; challenge, challenged, challenged; collect, collected, collected; correct, corrected, corrected; count, counted, counted; decide, decided, decided; destroy, destroyed, destroyed; doubt, doubted, doubted; enjoy, enjoyed, enjoyed; hope, hoped, hoped; hunt, hunted, hunted; follow, followed, followed; guess, guessed, guessed; imitate, imitated, imitated; invite, invited, invited; move, moved, moved; pluck, plucked, plucked. അപ്പൊ ഈ വെർബുകൾ പഠിക്കണം. അർത്ഥം നിങ്ങൾ പഠിക്കണം. ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.